ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിർത്തിയതിൻ്റെ ബാക്കി കഥ എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാം, പിന്നീട് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാൽ. അപ്പോൾ നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കാണാം. പ്രകാശൻ മോൻ്റെ അടുത്ത് ജയിലിൽ വന്നിട്ടാണുള്ളത്. എന്നിട്ട് മോനോട് പറയാണ്, മക്കൾ കരയണ്ട, മോനെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും, മോനെ ഞാൻ നോക്കിക്കോളും എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. നീ കൊന്നല്ലേ ഉള്ളൂ, നിന്നെ ഞാനിനി ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എങ്ങനെയെങ്കിലും പുറത്തു വരും, ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്നെ ഇങ്ങനെ ഞാൻ ജയിലിൽ കിടക്കാൻ സമ്മതിക്കില്ല മോനെ. നീ വിഷമിക്കണ്ട. അയാൾ നല്ല സങ്കടപ്പെട്ട കരയാണ്. അച്ഛൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട് മോനെ. നീ വിഷമിക്കണ്ട, നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട. നിന്നെ അച്ഛൻ പുറത്ത് എന്തായാലും കൊണ്ടുവന്നിരിക്കും. പിന്നെ കാണിക്കുന്നത് പ്രകാശൻ പോകുന്ന വഴിയിൽ പഴയൊരു കൂട്ടുകാരനെ കണ്ട്. അപ്പോൾ അവനോട് പറയുകയാണ്, നീ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണം എന്ന്. അണ്ണനെ കണ്ടത് നന്നായി. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം അണ്ണന് അറിയാമല്ലോ. എനിക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണ്, അതെങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. അപ്പോൾ അയാൾ പറയാണ്, നീ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, നീ കുറച്ച് ദിവസം വിശ്രമിക്കടാ പ്രകാശ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്കൊക്കെ നോക്കാം. എൻ്റെ അണ്ണ വിശ്രമിക്കാനൊന്നും പറ്റില്ല, മരുന്നിനൊക്കെ ഒരുപാട് രൂപയാണ് ചിലവാകുന്നത്. എൻ്റെ അണ്ണ ഒരു ദിവസത്തെ മരുന്നിന് തന്നെ 100-300 രൂപ ചിലവാകും. അത് എൻ്റെ പൈസ മാത്രം, അമ്മയുടെ പൈസ വേറെയും. ഇതൊക്കെ കൂടെ ആകുമ്പം എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തന്നേ പറ്റൂ അണ്ണ. നീ എന്താ പിന്നെ വിചാരിച്ച മെഡിക്കൽ ഷോപ്പ് ഓസിന് തുറന്നു വെച്ചായിരിക്കണോ നിനക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാൻ? ഏതെങ്കിലും ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന ജോലിയായാലും മതി അണ്ണ. എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല അണ്ണ, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ. എടാ, നീ എന്തിനാ ഓരോരുത്തരുടെ മുമ്പിലും ചെന്നിട്ട് നിനക്ക് ജോലി തരണം എന്ന് പറയുന്നത്? നിനക്ക് ജോലി തരാൻ നിൻ്റെ മോള് തന്നെ ഉണ്ടല്ലോ. നീ എന്താ നോക്കുന്നേ? നീ കല്യാണിയെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മോളാണെന്ന് പറയാനും പറ്റത്തില്ലല്ലോ. ആ കൊച്ചിൻ്റെ മുമ്പ് പോയി നീ ഒരു ജോലിക്ക് ചോദിച്ചാൽ മതി പ്രകാശ. അണ്ണാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വഴിയിൽ കിടന്ന് പുഴുത്ത് ചത്താലും അവളോട് ഒരു തരത്തിലുള്ള സഹായം ഞാൻ ചോദിക്കില്ല അണ്ണാ. അവളോട് മാത്രമല്ല, അവളെ കെട്ടിയ ആ പ്രതാപനുണ്ടല്ലോ അവനോടും. എടാ, പറഞ്ഞ് പുഴുത്ത് നീ ചാവാറായി. ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് പോലും ചെലവിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ നീ? എൻ്റെ പഴയ സൗഹൃദം വെച്ചിട്ടാ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ നിന്നോട് ഒരു ജോലിക്ക് ചോദിച്ചത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ തരപ്പെടുത്തി തരാൻ വേണ്ടി പറഞ്ഞതൊരു ജോലി. അതിൻ്റെ ഇടയിൽ അവളുടെ പേര് വലിച്ചിഴക്കല്ലേ അണ്ണാ. കല്യാണി മോൾ ജനിച്ച നാൾ മുതൽ ഞാൻ പറയുന്നൊരു സത്യമുണ്ട്. നീ എന്നാ കൊച്ചിനെ അംഗീകരിക്കുന്നുവോ അന്ന് മാത്രമേ നീ നന്നാവുകയുള്ളൂ. അതുവരെ നിന്നെ ഇങ്ങനെ ദൈവം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പരീക്ഷിച്ചോട്ടെ, എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോട്ടെ. ഞാനേ ഇപ്പം പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം. കേട്ടല്ലോ, നിങ്ങളുടെ ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അതും പറഞ്ഞ് പ്രകാശൻ നടന്നു നീങ്ങി. അതുവഴി ഒരു കാറ് വന്നു. ആ കാറിൽ നിന്നും ഒരു സ്ത്രീ കുറച്ച് വെന്റിലേറ്റർ താത്തിയിട്ട് അവരെ തന്നെ നോക്കുകയാണ്. പ്രകാശൻ നടന്നു നീങ്ങുന്നത് തന്നെ അവർ ശ്രദ്ധിച്ചുകൊണ്ട് അവർ വണ്ടിയുടെ ഗ്ലാസ് പൊക്കി. പിന്നെ കാണിക്കുന്നത് പ്രകാശൻ്റെ അമ്മയാണ്. വീട്ടിലെത്തിയിട്ട് അമ്മ പ്രകാശനെ തന്നെ നോക്കുകയാണ്. പ്രകാശനൊന്നും വിട്ടു തുറന്ന് പറയുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അവൻ ഇരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്തായി മോനെ പോയ കാര്യം? പോയിട്ട് നീ അവനെ കണ്ടോ? ഞാൻ കണ്ടു അമ്മേ, നമ്മുടെ കൊച്ചിന് അവരെല്ലാവരും കൂടി തല്ലിച്ചതയ്ക്കുക എന്നും പറഞ്ഞ് പ്രകാശൻ കരയുകയാണ്. അവൻ്റെ മുഖത്ത് ആകമാനം രക്തക്കറിയായിരുന്നു. ആരാ ഈ ദ്രോഹം ചെയ്യുന്നത്? അവൻ്റെ സഹതടവുകാർ, പോലീസുകാർ, ജയിൽ സൂപ്രണ്ട്, എന്തിന്? വരുന്നവരും പോകുന്നവരും ഒക്കെ അവനെ തല്ലിയിട്ട് പോവുക അമ്മേ. ഇങ്ങനെ തല്ലാതിരിക്കും? പണവും പ്രതാപവും ഉള്ളവരല്ലേ അവനെ അകത്താക്കിയിരിക്കുന്നത്. കല്യാണി, അവളുടെ ഭർത്താവ്, സോണി, ആൽബി, ചന്ദ്രസേനൻ എല്ലാവരും കൂടെ പണം കൊടുത്ത് എൻ്റെ മോനെ അതിനകത്തിട്ട് തല്ലിക്കൊല്ലുക അമ്മേ. നമ്മുടെ കുട്ടിക്ക് ജാമ്യം കിട്ടുവാടാ? ഒരു വഴിയില്ല അമ്മേ. അവനിനി ജാമ്യം കിട്ടാതെ ജയിലിൽ പോകേണ്ടി വന്നാൽ അവനെ ഇനി ജീവനോടെ കാണില്ല. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും പ്രകാശ എന്ന് പറഞ്ഞ അമ്മ കരയുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മേ, ഞാൻ അവന് വാക്ക് കൊടുത്തതാ, അവനെ ഇറക്കിയേ പറ്റൂ. അതിനുവേണ്ടി ഏത് ദുഷ്ടൻ്റെ കാല് പിടിക്കേണ്ടി വന്നാൽ അങ്ങനെ അവനെ ഇറക്കണം, എങ്ങനെയെങ്കിലും ഇറക്കണം. അപ്പോൾ അമ്മ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൻ പറയാണ്, ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എടാ, ഇത്രത്തോളം ആയില്ലേ, നീ ഒന്ന് അടങ്ങടാ പ്രകാശ.
എടാ നിനക്ക് വയസ്സ് 19 ആയില്ലേ? പോരാത്തതിന് നിന്റെ നെഞ്ചും പണി മുടക്കിയിരിക്കുക. അതൊക്കെ ഓർമ്മ വേണം. നീ ആരോടും വഴക്കിനൊന്നും പോകണ്ട, ആരെയും ചതിക്കാനും പോകണ്ട. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ജോലി അന്വേഷിച്ച് അത് ചെയ്യാൻ വേണ്ടി നോക്ക്. ഇനി ആരുടെയെങ്കിലും കാല് പിടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതെൻ്റെ മോന് വേണ്ടിയായിരിക്കണം. ഇനിയെങ്കിലും അവന് വേണ്ടി കേസ് വാദിക്കരുത് എന്ന് നീ വെറുക്കുന്നവരോട് പോയി പറഞ്ഞാലും കുഴപ്പമില്ല. ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അമ്മേ, അതാ എനിക്ക് പേടി. യോ, ഇതുവരെ അച്ഛനും മോനും കൂടെ പ്ലാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയില്ലേ? നമ്മുടെ മോന് 10-20 വയസ്സ് വരെ ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ, എൻ്റെ തണലിലുള്ളപ്പോൾ. അതിനുശേഷം അവന് ചിറക് മുളച്ചപ്പോൾ അവൻ നമ്മളെ ചിറക് അരിയുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കാന്തമ്പരിയും ഗിരീഷും അതേപോലെ തന്നെ കല്യാണിയെയും കിരണിനെയും വണങ്ങി നിന്നതുകൊണ്ടാണ് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടിയാവുന്നുണ്ട്. നമ്മളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അമ്മ വിഷമിച്ച് ഓരോന്നും വിലപിക്കുകയാണ്. അതിനി ജീവിതകാലം എന്നെക്കൊണ്ട് കഴിയില്ല അമ്മേ. പക്ഷേ എൻ്റെ മോന് വേണ്ടി ഞാൻ അവരുടെയൊക്കെ കാലുപോയി പിടിച്ചെന്ന് വരും. കാര്യം നടന്നാൽ, എൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ ഈ പിടിച്ച കാല് ഞാൻ അലർത്തിയടിക്കും. അവസാനം മോനും കൊച്ചുമോനും ഒക്കെ കർമ്മം ചെയ്യാനുള്ള കാര്യം എനിക്ക് ഉണ്ടാക്കരുത് പറഞ്ഞ് സങ്കടത്തോടെ വിഷമിച്ചിട്ട് അമ്മ അവിടുന്ന് എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കടന്നിട്ടുള്ള രാഹുലിനെയാണ്. അടുത്ത് തന്നെ ഷാരിയും ഇരിപ്പുണ്ട്. ഷാരി അപ്പോൾ കുറേ സമയം ആലോചിച്ച് എന്നിട്ട് പറയാണ്, ഈ കിടപ്പിൽ ഇയാളുടെ കഴുത്തിന് പിടിച്ച് കൊല്ലുകയാണ് വേണ്ടത്. വൃത്തികെട്ടവൻ, സകലതും ചെയ്തിട്ടവൻ ശാന്തമായി ഉറങ്ങുന്നു, എൻ്റെ ഉറക്കം കെടുത്തിയിട്ട്. പെട്ടെന്ന് രാഹുലിന് ഉറക്കം തെളിഞ്ഞു. അവൻ പെട്ടെന്ന് എണീക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് അടുത്തിരുന്ന ഷാരിയെ കാണുന്നത്. അപ്പോൾ ഷാരിയോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൾ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് നോക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നേ. നിനക്ക് എന്താ ഷാരി പറ്റിയത്? ഷാരി, എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞു തരണോ? എൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടും നിന്റെ ദേഷ്യം തീർന്നില്ലേ? ഇല്ല, തീർന്നില്ല. അത് തീരണമെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കണം. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ചോദിക്കുന്നേ? നിങ്ങൾ ചെയ്തതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. മിണ്ടാതെ അവിടെ കിടന്നോണം. അപ്പോഴേക്കും അവിടെ മനു എത്തി, നല്ല ചിരിയോട് കൂടിയിട്ട്. അപ്പോൾ മനുവിനോട് അമ്മ ചോദിക്കുകയാണ്, ആ മോളെവിടെ മോനെ? ഉപ്പിട്ട നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുഴപ്പം വല്ലതും ഉണ്ടോ മോനെ? കുഴപ്പമൊന്നുമില്ല അമ്മേ. കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റലല്ലേ, സാറില്ല, മോളിപ്പോൾ വരും. അച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ? ഒരു കുഴപ്പവും ഇതുമില്ല. എണീറ്റ് ഇരുന്ന് പിച്ചും പേയും പറയാ. മനു ചോദിക്കുകയാണ്, എന്താ അച്ഛാ പറ്റിയത്? അപ്പം അച്ഛൻ, എനിക്കല്ല പറ്റിയത്, എൻ്റെ തലക്കടിച്ച ഇവൾക്കാ പറ്റിയത്. ഷോ, ഇതാരോ എന്തോ ചെയ്തതാ, അതാ കൂട്ടത്തോടെ എല്ലാവർക്കും വട്ടായത്. ആകെ ഇപ്പോൾ വീട്ടിൽ നോർമലായിട്ടുള്ളത് ഞാനും സരിയും മാത്രമാണ്. അന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് വരേണ്ടായിരുന്നു. 1-2 മാസം അവിടെ കിടത്തിയായിരുന്നു. എടോ ആണം കെട്ടവനെ, ഷോക്ക് തന്ന് ചങ്ങലൊക്കെ ഇടേണ്ടത് നിന്നെയാടാ, അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. കണ്ടോ, നല്ല കാര്യം പറഞ്ഞപ്പോൾ എന്നെ ദേഷ്യത്തിൽ നോക്കുന്നത് കണ്ടോ? ഇങ്ങേരെ ഒന്നുകൂടി കൊണ്ടുപോയി ഷോക്കടിപ്പിക്കണം മോനെ, എന്നാലേ ഇങ്ങേര് നന്നാവത്തുള്ളൂ. അപ്പോൾ അയാൾ പറയാണ്, എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമുള്ള കുറേ ആൾക്കാർ ചേർന്ന് എന്നെ കുഴപ്പത്തിലാക്കുക. മിണ്ടാതെ അവിടെ കിടക്കാൻ നോക്ക്, അല്ലെങ്കിൽ മയക്കാനുള്ള മരുന്ന് തരാൻ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേഴ്സിനോട് പറയും. എന്നാൽ അതെങ്കിലും ഞാനൊന്ന് മയങ്ങട്ടെ. അങ്ങനെ താൻ ഉറങ്ങണ്ടടോ. അപ്പോൾ മനു വിളിക്കുകയാണ്, അമ്മേ എനിക്കിതൊന്നും കാണാനും കേൾക്കാനുമുള്ള ശക്തിയില്ല. ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. മോൻ പോവുകയാണോ? അല്ല അമ്മ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം അച്ഛാ. അടങ്ങി ഒതുങ്ങി കിടക്ക്, ആരെയും വിഷമിപ്പിക്കാതെ. പോടാ. അമ്മയ്ക്ക് വിഷമായി. അപ്പോൾ അമ്മയോട് പറയാണ്, സാറില്ല അമ്മേ, കുഴപ്പമില്ല, എന്തായാലും അസുഖമുള്ള ആളാണല്ലോ. അവനങ്ങ് പോയപ്പോൾ ഷാരി പറയാണ്, ദേ എൻ്റെ മനുമോനോട് ചൂടാവുന്നത് ആവശ്യത്തിന് വേണം, അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇനിയും തലക്കടിക്കും, ഓർത്തോ. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ പറയാണ്, ഇതെൻ്റെ തലയാ, നിനക്ക് കളിക്കാനുള്ള ചെണ്ടയല്ല, ഇതെനി ചെണ്ടയാവും, നോക്കിക്കോ. മനു പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിഷയും അവളുടെ അമ്മയും വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതാണ്. അമ്മേ, ദേ റോണിയേട്ടൻ. അവരോട് അങ്ങനെയാണ് പേര് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, റോണി എന്ന്. ഇവരെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഈശ്വരാ എന്ന് പറയാണവൻ.
നിഷ അടുത്ത് വന്നിട്ട് പറയാണ്, റോണിയേട്ടനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ട് വരികയായിരുന്നു, അപ്പം തന്നെ മുമ്പിൽ കണ്ടു. മോനെന്താ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻ്റാ? ഒന്ന് കാണാൻ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങളെന്താ ഇവിടെ? അത് എൻ്റെ ചെറിയച്ഛൻ്റെ മോനും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക. ബൈക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ ആ പയ്യന് ഭ്രാന്താ. പിന്നെ നിലത്തൂടിയല്ല പോകുന്നത്. 10-21 വയസ്സേ ആയിട്ടുള്ളൂ. മനു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ, സൂക്ഷിച്ചല്ല വണ്ടി ഓടിക്കുന്നത്. എന്തായാലും റോണിയേട്ടനെ കണ്ടത് നന്നായി. അവരെല്ലാവരും റോണിയേട്ടനെ പരിചയപ്പെടണം എന്ന് പറഞ്ഞ് നിൽക്കുക. ദാ മോനെ, അടുത്ത ബന്ധുക്കളൊക്കെയാ. പിന്നെ മോന് അമേരിക്കയിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പലരും പറയും. അതിനൊക്കെ ചെവി കൊടുക്കണ്ട കേട്ടോ. അല്ലെങ്കിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലാണ്ട് ഞാൻ കൂടെ കൂട്ടലില്ല. ബന്ധം വേറെ, ബിസിനസ് വേറെ, രണ്ടും കൂടി ഞാൻ കൂട്ടിക്കുഴക്കാറില്ല. ആർക്കെങ്കിലും 10-50,000 രൂപ കടം ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരാളെ കൂടെ കൂട്ടുമ്പോൾ അയാൾക്കതിനുള്ള അർഹതയുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ പിന്നെ റോണിയേട്ടൻ വാ, നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിഷ പറയാണ്, അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചൂടെ? മോന് തിരക്കാണെങ്കിൽ പൊയ്ക്കോട്ടെ മോളെ, ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാൻ റോണിയേട്ടാ. അപ്പം അമ്മ, ഈ പെണ്ണിൻ്റെ കാര്യം ഇങ്ങനെയാ മോനെ, ഇനിയിപ്പോൾ മോൻ വന്നില്ലെങ്കിൽ വലിയ വിഷമാവും. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം. എങ്കിലും ഇത്തരം ശീലങ്ങൾ നല്ലതല്ല മോളൂ. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കണം. എന്നാൽ പിന്നെ റോണിയേട്ടൻ പൊക്കോ. വേണ്ട, ഞാനിപ്പോൾ എന്തായാലും നിരാശപ്പെടുത്തുന്നില്ല. നിങ്ങൾ വാ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പോവുകയാണ് നിഷയും അവളുടെ അമ്മയൊക്കെ. അപ്പം അവൻ നടക്കുന്ന വഴി ചിന്തിക്കുകയാണ്, ആരെങ്കിലും കണ്ടാൽ ഇന്നത്തോടെ തീരും എല്ലാ കാര്യങ്ങളും. ഈശ്വര, ആരെയും കാണിക്കല്ലേ. അമ്മ നിഷയോട് പറയാണ്, മോൻ ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നത്, മുഖം കണ്ടാൽ അറിയാം. അപ്പോഴാണ് സരയും ഷാരിയും അതുവഴി വന്നത്. അപ്പോഴേക്കും അവൻ എങ്ങോട്ടോ മാറി വിളിച്ച് നിൽക്കുകയാണ്. അമ്മേ, റോണിയേട്ടൻ എവിടെ പോയി? അയ്യോ, ഇപ്പം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ, പിന്നെ എങ്ങോട്ട് പോയി? അപ്പോഴേക്കും അവൻ അടവ് മാറ്റി ഫോണെടുത്ത് കയ്യിൽ വെച്ച്. അപ്പോൾ അമ്മ കണ്ട്, അതേ മോനതാ അവിടെ. അവൻ ഫോൺ വിളിക്കുന്നത് പോലെ ആക്കി അഭിനയിക്കുകയാണ്. കപ്പൽ മാർഗമല്ലേ വരുന്നത്, അത് 1-2 മാസം എടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പളക്കാണ്. ഇടയ്ക്ക് കടൽ കൊള്ളക്കാരെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇതുവരെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. അതവിടെ നിർത്തിയിട്ട് അവൻ ഇവരോട് പറയാണ്, പെട്ടെന്ന് കൊറിയയിൽ നിന്നും ഒരു കോൾ വന്നു. അർജൻറ്റ് കോളായിരുന്നു. ഞങ്ങൾക്കൊപ്പം വന്ന ആൾ പെട്ടെന്ന് മാഞ്ഞു പോയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലല്ലേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിളികളൊക്കെ വരും. അത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അത് ശരി മോനെ, എന്നാൽ പിന്നെ പോവാം മോനെ. വാ. അങ്ങനെ അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് ഷാരിയെയും സരയുവിനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ കഴിയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇവിടെ വരുന്നതാണ്. അതുവരേക്കും ബൈ.